എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്വന്തമായിട്ട് എങ്ങനെ പിരികം ത്രെഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് സ്വന്തമായിട്ട് ത്രെഡിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോയി പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോയി സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ തയ്ക്കുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ തയ്ക്കുന്ന നൂല് ഇത്രയും അളവിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അറ്റം നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാം. സ്വന്തമായിട്ട് എടുക്കുമ്പം ഇത്രയും മതി. അതിനുശേഷം ഈ 4 ഫിംഗർ രണ്ട് കൈയുടെയും 4 ഫിംഗറിനുള്ളിൽ കോർത്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം 4 പ്രാവശ്യം ചുറ്റിയാൽ മതിയാവും. ശേഷം നമ്മൾ എടുക്കേണ്ട സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് വിരലുകൊണ്ട് ഇത് വലിച്ചു പിടിച്ച് ഇപ്പറേ അതേ ചെറുവിരലും മോതിരവിരലും കൊണ്ട് കോർത്ത് പിടിച്ചതിന് ശേഷം ഈ വിരലും ഉപയോഗിച്ചിട്ട് ഇത് അകത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ പിരിച്ചു വെച്ചിരിക്കുന്ന ആ നൂലിൽ കുരുങ്ങിയിട്ട് നമ്മുടെ ഐബ്രോസ് എല്ലാം വേരോടെ തന്നെ പറഞ്ഞു പോരുന്നതാണ്. ആദ്യം ചെറിയ വേദന ഉണ്ടെങ്കിലും പിന്നെ ആകുമ്പോഴത്തേക്കും അതൊരു ശീലമായിക്കോളും. മുകളിലെ ഐബ്രോ എടുക്കുമ്പോൾ താഴത്തെ ഐബ്രോയെ അപേക്ഷിച്ച് പെയിൻ കുറവായിരിക്കും. ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഒത്തിരി വേദന ഉണ്ടാവില്ല. പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പിരികം ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ലിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. എവിടെയാണോ നമുക്ക് ഹെയർസ് ഉള്ളത് അവിടെ എടുക്കേണ്ടതിന് നമ്മൾ ഉള്ളിൽ നിന്ന് കവിള് പുറത്തേക്ക് നാവ് കൊണ്ട് തള്ളി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെയിൻ കുറവായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്പർ ലിപ്പ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ചിലർക്ക് വാക്സ് ചെയ്യുമ്പോൾ അലർജി ആയിട്ട് കുരുക്കളൊക്കെ കാണാറുണ്ട്. അതൊന്നും ഇങ്ങനെ ത്രെഡ് ചെയ്തെടുക്കുവാണെങ്കിൽ ഉണ്ടാവാറില്ല. പൊതുവെ കുറവായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിരികത്തേലൊന്നും പോയി പരീക്ഷിക്കേണ്ട. അപ്പർ ലിപ്പൊക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ത്രെഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രം പിരികം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ അപ്പർ ലിപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും എല്ലാം നല്ല രീതിയിൽ ഹെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ത്രെഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും ഒക്കെ ചിലർക്ക് ഹെയർസ് കാണാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ എടുത്തു കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ, താങ്ക് യു.